ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കാതിരിക്കുന്നത്? എളിയവൻ്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ അവനും നിലവിളിക്കും, അവനും പ്രാർത്ഥിക്കും, പക്ഷെ ദൈവം മറുപടി തരികയില്ല. ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു മനുഷ്യരോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മുടെ മനോഭാവം എന്താണ്, നമ്മൾ അവരെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ പ്രാർത്ഥനകൾക്കും ദൈവം മറുപടി തരികയുള്ളൂ. സഹമനുഷ്യരെന്ന നിലയിൽ നിങ്ങളോട് ഞാൻ കരുണ കാണിക്കുന്നില്ലെങ്കിൽ, നിങ്ങളെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങളോടൊരു മനസ്സലിവോ ഒരു ദീർഘക്ഷമയോ ഒരു സ്നേഹമോ അനുകമ്പയോ കാണിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ ആ ആവശ്യം കണ്ടറിഞ്ഞ് എൻ്റെ കൈവശം എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുവാനുള്ള ചില മുഖാന്തരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അത് എൻ്റെ കയ്യിലുള്ളപ്പോൾ ഒരു എളിയവൻ വന്ന് നിലവിളിക്കുമ്പോൾ അവനെ മൈൻഡ് ചെയ്യാതെ, അവൻ്റെ നിലവിളി കേൾക്കാതെ, അവൻ്റെ യാചന കേൾക്കാതെ, അവൻ്റെ വേദനയെ മനസ്സിലാക്കാതെ ചെവി പൊത്തിക്കളയുന്ന, തള്ളിക്കളയുന്ന ഒരു അനുഭവത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, നമ്മൾ പിന്നീട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കർത്താവേ എൻ്റെ ഇന്ന വിഷയത്തിനു വേണ്ടി അങ്ങ് ഇറങ്ങി വരണമേ, അങ്ങ് പ്രവർത്തിക്കണമേ, അങ്ങ് സഹായിക്കണമേ, വഴികൾ തുറക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്കും ചെവി പൊത്തിക്കളയും. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ഇന്ന് പല ദൈവമക്കളുടെയും പ്രാർത്ഥനകൾക്ക് അവർ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ജാഗരിക്കുന്നു, മാസങ്ങളായി പ്രാർത്ഥിക്കുന്നു, പക്ഷെ മറുപടി കിട്ടുന്നില്ല. എന്താണ് അതിന് കാരണം? സദൃശവാക്യക്കാരൻ്റെ ഭാഷയിൽ അതേ പറഞ്ഞു തരികയാണ്. എളിയവൻ്റെ പ്രാർത്ഥനയ്ക്ക്, എളിയവൻ്റെ നിലവിളിക്ക്, എളിയവനെന്ന് ഉദ്ദേശിച്ചാൽ പാവപ്പെട്ടവനായ, ദരിദ്രനായ, എളിയവനായ ഒരാള് ആരുമായിക്കൊള്ളട്ടെ, ആ വ്യക്തിയുടെ നിലവിളി നമ്മുടെ മുമ്പിൽ വന്ന് എന്തെങ്കിലും അഭ്യർത്ഥിച്ചിട്ട് അതിനെ തള്ളിക്കളയുകയാണെങ്കിൽ എന്തു സംഭവിക്കും? നമ്മളും പ്രാർത്ഥിക്കും. ഇത് ആർക്കറിയാം? ദൈവം തമ്പുരാൻ അറിയാം. ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് ഇടപെട്ടു എന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. ദൈവം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവും ഇതേപോലെ പ്രവർത്തിക്കും. സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, വക്രനോട് ദൈവം വക്രനാകുന്നു, ദയാലുവോട് ദൈവം ദയാലുവാകുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയം നിർമ്മലമായിരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ എന്തു ചെയ്യണം? മറ്റുള്ളവരോട് അനുകമ്പയും മനസ്സലിവും സ്നേഹവും നമ്മൾ കാണിക്കണം. എന്നാലാണ് ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരികയുള്ളൂ. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. 28-9 വാക്യം. ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കാതിരിക്കുന്നത്? ന്യായപ്രമാണം. നമ്മുടെ കൈവശം ഇരിക്കുന്ന ഈ ബൈബിൾ എന്താണ്? ന്യായപ്രമാണമാണ്. ഇതിൽ മൊത്തം ന്യായത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് ഈ ലോകത്തിലേക്ക് നോക്കിയാൽ ന്യായമില്ല, ഒരു സ്ഥലത്തും ന്യായമില്ല. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ റെയിൽവേയുടെ ഡ്രെയിനേജിൽ ഇറങ്ങി അത് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങി. അയാൾ ഒഴുകിപ്പോയി. അയാൾ കിട്ടിയോ? ഇതുവരെ കിട്ടിയിട്ടില്ല. അവിടെ വലിയ സന്നാഹം വന്ന്, അപ്പോൾ ആ ഡ്രെയിനേജ് ഒഴുകി വരുന്ന നോക്കുമ്പം ടൺ കണക്കിനാണ് ചപ്പുചവറുകളും പ്ലാസ്റ്റിക് മാലിന്യ ചാക്കുകളും. സ്കൂബ ഡൈവേഴ്സിനൊന്നും ഇറങ്ങിച്ചെന്ന് രക്ഷിക്കാൻ, ആ ബോഡി എടുക്കാൻ പോലും
സാധിക്കുന്നില്ല. നമ്മുടെ നാട് എവിടെ എത്തി? നമ്മൾ ഈ മലയാളികളുടെ ഒരു കുഴപ്പമെന്ന് പറയുമ്പോൾ അവൻ്റെ വീട് നന്നായിട്ട് അവൻ സൂക്ഷിക്കും. വീട്ടിലൊരു അഴുക്കുണ്ടാകരുത്, വീട്ടുമുറ്റത്തൊരു അഴുക്കുണ്ടാകരുത്, എല്ലാം അടിച്ചു തൂത്ത് വൃത്തിയാക്കും. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന ചപ്പും ചവറും അവിടെ എറിഞ്ഞ് ഇവിടെ എറിഞ്ഞ് എല്ലായിടത്തും എറിയും. ഏത് കുളമുണ്ടോ കാനയുണ്ടോ പുഴയുണ്ടോ അവിടെയൊക്കെ എറിയും, മനപ്പൂർവ്വം എറിയും. അതിനൊരു ഉദാഹരണം, ഈ എയർപോർട്ടിലേക്ക് പോകുന്ന ഈ വഴി VIP റോഡ്, ആ VIP റോഡിന്റെ 2 വശവും നിങ്ങൾ നോക്കിയോ, ചാപ്പ് ചവറ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പരിസരമാണ്. VIP റോഡിനത് വരുന്നൊരു പോകുന്നതിനും ചാക്കിട്ടിടുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടെയുള്ള മനുഷ്യരാണ് നന്നാകാത്തത്. നമ്മുടെ മനസ്സ് നന്നായിട്ടില്ല, പിന്നെ എങ്ങനെ പ്രവൃത്തി നന്നാവും? നമ്മൾ നന്നായാൽ, നമ്മൾ നന്നായി പ്രവർത്തിച്ചാൽ സമൂഹവും ഓട്ടോമാറ്റിക്കലി നന്നാകും. ഇവിടെ പറയുന്നു, ന്യായപ്രമാണം അതിനെ ശ്രദ്ധിക്കാതെ തള്ളിക്കളഞ്ഞാൽ ആ ന്യായപ്രമാണം അനുസരിക്കാത്തവന്റെ പ്രാർത്ഥന തന്നെ ദൈവത്തിന് എന്താണ്? വെറുപ്പാണെന്നാണ്. നമ്മളിത് വളരെ സൂക്ഷ്മമായി ചിന്തിച്ചോളാം. ഈ ദൈവവചനത്തിൽ പഴയ നിയമം ആയിക്കോട്ടെ പുതിയ നിയമം ആയിക്കൊള്ളട്ടെ, ഇതിലെ വാക്കുകളും വ്യവസ്ഥകളും ഉപദേശങ്ങളും ന്യായപ്രമാണങ്ങളും ഞാനും നിങ്ങളും സ്വന്തം ജീവിതത്തിൽ മനഃപൂർവ്വം പാലിച്ച് അനുസരിച്ച് പോയില്ലെങ്കിൽ, നമ്മളിത് ഉൾക്കൊണ്ട് ഇതനുസരിച്ച് പോയില്ലെങ്കിൽ, നമ്മൾ എത്ര ഉപവസിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും ദൈവത്തിന് ആ പ്രാർത്ഥന വെറുപ്പാണെന്നാണ്. ഇനി നമ്മൾ ഒരുപാട് ഉപവസിച്ചില്ലെങ്കിലും പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മര്യാദക്ക് ഈ വചനം അനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ മതി. ഇതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അധികം ഉപവസിക്കേണ്ടി വരില്ല, അധികം പ്രാർത്ഥിക്കേണ്ടി വരില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ടക്ക് ടക്കെന്ന് കർത്താവ് മറുപടി തന്നിരിക്കും. ഏതാ വേണ്ടത്? വചനം അനുസരിക്കുക, ഈ ന്യായപ്രമാണം അനുസരിക്കുക. എന്നിട്ട് ദൈവസന്നിധിയിൽ യോഗ്യതയോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗം തുറക്കുന്ന അത്ഭുതകരമായ കാഴ്ച നമുക്ക് കാണുവാനായി കർത്താവ് സഹായിക്കും. മറ്റൊരു വാക്യം, 2 വാക്യങ്ങൾ കൂടിയുണ്ട്. ആ വാക്യങ്ങൾ കൂടി നമുക്ക് വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 15-ന്റെ 8-ാമത്തെ വാക്യം. ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്? ഈ വാക്യത്തിൽ പറയുന്നു, നേരുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ആരുടെ പ്രാർത്ഥന കേൾക്കുന്നത്? നേരുള്ളവരെ. കർത്താവ് ആർക്കാണ് നല്ലവനായിരിക്കുന്നത്? നേരോടെ ജീവിക്കുന്നവർക്കാണ് അവൻ നല്ലവനായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ദിവസം മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിച്ചുള്ളൂ. നേരോടെ ജീവിക്കുക, സത്യസന്ധതയോടെ ജീവിക്കുക, നിർമ്മല ഹൃദയത്തോടെ ജീവിക്കുക, നിഷ്കളങ്ക ഹൃദയത്തോടെ ജീവിക്കുക. തെറ്റിന്റെ പിന്നാലെ, പാപത്തിന്റെ പിന്നാലെ പോകരുത്. നമുക്കൊരു നല്ല നിത്യത കൈവരിക്കണമെന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ജീവിക്കണം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ നമ്മൾ ആഗ്രഹിക്കണം, ചിന്തിക്കണം. നമ്മുടെ നിക്ഷേപം എവിടെയാണോ അവിടെ നമ്മുടെ ഹൃദയം ഇരിക്കും. ഈ ഭൂമിയിലാണ് നമ്മുടെ നിക്ഷേപമെങ്കിൽ ഈ ഭൂമിയിലെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഉയരത്തിലാണ്, ക്രിസ്തു ഉള്ളിടത്താണ്, സ്വർഗത്തിലാണ് നമ്മുടെ നിക്ഷേപം മുഴുവൻ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്ത മുഴുവനും, നമ്മുടെ പ്രസംഗം മുഴുവനും, നമ്മുടെ പ്രാർത്ഥന മുഴുവനും സ്വർഗത്തെക്കുറിച്ചായിരിക്കും, ക്രിസ്തുവിനെ കുറിച്ചായിരിക്കും. നേരുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ ഒരു കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാം. ഒരു പട്ടാളക്കാരനായിരുന്നു ആ മനുഷ്യൻ. ഈ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടവനായിരുന്നില്ല, സ്നാനപ്പെട്ടവനായിരുന്നില്ല, പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചവനായിരുന്നില്ല. പക്ഷേ അദ്ദേഹം അറിഞ്ഞ വചനത്തിൻ്റെ പ്രമാണത്തിൽ യഹൂദന്മാരുടെ ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ച് നിരന്തരം പ്രാർത്ഥിച്ച് തനിക്ക് കഴിയാവുന്ന സഹായം പാവപ്പെട്ടവർക്ക് നൽകിക്കൊണ്ട് അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തിന് വചനമൊന്നും അറിയാൻ പാടില്ല. നേരോടെ സത്യസന്ധതയോടുകൂടെ ഈ മനുഷ്യൻ ജീവിച്ചപ്പോൾ പ്രാർത്ഥനയിൽ
അദ്ദേഹം ദർശനങ്ങൾ കാണാൻ തുടങ്ങി. ആ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ പത്രോസിനെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ദൈവവചന പ്രഭാഷണം താനും തൻ്റെ കുടുംബവും പ്രിയപ്പെട്ടവരെല്ലാം കേട്ടു. തനിക്ക് ദർശനം ലഭിക്കുമ്പോൾ തന്നെ പത്രോസിനും ആ സമയത്ത് ദൈവം ദർശനം കൊടുത്തു. കണ്ടോ എന്തൊരു കണക്ഷൻ! നേരുള്ളവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന വഴികൾ അഗോചരമാണ്. ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയാത്ത നിലയിൽ ദൈവം പ്രവർത്തിക്കുമെന്നാണ് ഇതിലൂടെ നമുക്ക് അർത്ഥമാക്കുന്നത്. അങ്ങനെ പത്രോസ് വന്നു, പ്രസംഗിച്ചു. ആ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ ഇവര് മാനസാന്തരപ്പെട്ടു. ആത്മാവ് വന്നു, പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സ്തുതിക്കാൻ തുടങ്ങി. തുടർന്ന് അവർ സ്നാനപ്പെട്ടു. ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്? നേരുള്ളവരുടെ പ്രാർത്ഥന. നമ്മുടെ ഹൃദയത്തിൽ നേര് വേണം. നേരിനെ കുറിച്ചും സത്യസന്ധതയെ കുറിച്ചും പ്രസംഗിക്കാൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റും, വാചാലമായി പ്രഭാഷണം നടത്താൻ പറ്റും. പക്ഷേ ജീവിതത്തിൽ അത് കൊണ്ടുവരിക എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു നേരും സത്യസന്ധതയും ഉണ്ടായിരിക്കണം. എഫേസ് ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, സത്യം നമ്മുടെ അരയ്ക്ക് കെട്ടണം. സത്യം ചെയ്താലും ഛേദം വന്നാലും മാറാത്തവനായിരിക്കണം. മരിക്കേണ്ടി വന്നാലും അസത്യത്തിന് പുറകെ പോരുത്. നേരുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. സദൃശവാക്യങ്ങൾ 15:29. ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്? നീതിമാന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ഈ ലോകത്തിലുള്ള എല്ലാവരും നീതിമാന്മാരല്ല. ആണോ? അല്ല, എല്ലാവരും നീതിമാന്മാരല്ല. അങ്ങനെയല്ല വചനം പറയുന്നത്. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. ഞാൻ നീതിമാന്മാരെ രക്ഷിക്കാനല്ല വന്നത്, പാപികളെ രക്ഷിക്കാനാണ് വന്നെന്നാണ്. അപ്പൊ ആരുമല്ല, നീതിമാന്മാരല്ല. പക്ഷേ നീതിമാന്മാരെ ദൈവം ഒരിക്കലും കൈവിടില്ല. എങ്ങനെ ഒരാൾ നീതിമാനാകും? റോമാലേഖനം 5:1 വായിക്കാം. എങ്ങനെയാണ് ഒരാൾ നീതിമാനാകുന്നത്? നമ്മൾ ആരും നീതിമാന്മാരായിരുന്നില്ല, പാപികളായിരുന്നു, ദുഷ്ടന്മാരായിരുന്നു, ദൈവത്തോട് അകന്ന് ജീവിക്കുന്നവരായിരുന്നു. എന്നാൽ സുവിശേഷം കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. ഒരാൾ നീതിമാനാകുന്നത് അവൻ്റെ സ്വയപ്രയത്നം കൊണ്ട് കഴിയില്ല, അവൻ്റെ പ്രവൃത്തി കൊണ്ട് കഴിയില്ല. തീർത്ഥാടന കേന്ദ്രത്തിൽ പോയതുകൊണ്ടോ, നമ്മുടെ ശരീരം ദണ്ണിപ്പിച്ചത് കൊണ്ടോ, നമ്മുടെ സമ്പത്തെല്ലാം പാവപ്പെട്ടവർക്ക് കൊടുത്തുകൊണ്ടോ നീതിമാന്മാരാകില്ല. നീതിമാനാകാൻ വേറെ ഒന്നും ചെയ്യണ്ട. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി എൻ്റെ യേശു 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് ഏറ്റെടുക്കുന്നു എന്ന വിശ്വാസത്തോടെ ഒരാൾ ഏറ്റെടുക്കുന്ന നിമിഷം കർത്താവ് നമ്മളെ നീതിമാന്മാരാക്കി മാറ്റുകയാണ്. വിശ്വാസത്താലുള്ള നീതീകരണം. ആ നീതീകരണം ലഭിച്ച നീതിമാന്മാരുടെ പ്രാർത്ഥനയെ ദൈവത്തിന് ഒരിക്കലും കൈവിടുവാൻ കഴിയില്ല. ദൈവം അത് കേൾക്കും. ദൈവം അതിന് മറുപടി തന്നിരിക്കും. നമ്മളൊരു യഥാർത്ഥ നീതിമാനാണോ? ഒരു യഥാർത്ഥ ദൈവ പൈതലാണോ? യഥാർത്ഥമായി ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യയാണോ? നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കുവാൻ കർത്താവിന് കഴിയില്ല. ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നതിന് ചിലപ്പോൾ ചില തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അവിശ്വസിക്കരുത്, സംശയിക്കരുത്. അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ ദൈവം നീട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നാം പ്രാർത്ഥനയിൽ വീണ്ടും ശക്തിപ്പെട്ട് വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അടഞ്ഞ വാതിൽ തുറക്കാൻ തുടങ്ങും. ചെങ്കടലുകൾ വിഭജിക്കാൻ തുടങ്ങും. യെരികോവിന്റെ മതിലുകൾ തകർക്കുവാൻ തുടങ്ങും. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ കണ്ണിന് മുമ്പിൽ സ്വർഗത്തിൽ ദൈവം കാണിച്ചു തരും. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളത് അനുഭവിച്ചറിഞ്ഞവരാണ്. എത്ര അനുഭവങ്ങൾ നമുക്കുണ്ട്.
ഞാൻ എൻ്റെ ഈ മൈക്ക് നിങ്ങളുടെ കയ്യിൽ തന്നാൽ നിങ്ങൾ മണിക്കൂറുകളോളം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രാർത്ഥനകൾക്ക് മറുപടി തന്ന അനവധി നിരവധി അനുഭവങ്ങൾ നിങ്ങൾക്കിവിടെ പറയുവാൻ സാധിക്കും. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ യേശു ഇന്നും ജീവിക്കുന്നു. നമ്മുടെ മധ്യത്തിൽ യേശു കടന്നു വന്നിട്ടുണ്ട്. അവൻ നമ്മെ മാനിക്കുവാനും അനുഗ്രഹിക്കുവാനുമാണ് ഇവിടെ വന്നിരിക്കുന്നത്.